ഗുഡ് മോർണിംഗ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ മൈസൂർക്ക് പോവാണ് ചേച്ചിയുടെ കൂടെ. എനിക്ക് ഈ വഴി വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങോട്ട് നോക്കിയാലും കുറേ പച്ചപ്പും ഹരിതാഭയും മാത്രമേ ഉള്ളൂ. പിന്നെ ഭാഗ്യമുണ്ട് കുറേ മാനിനെയും മയിലിനെയും ആനേനെയൊക്കെ കാണാവേ. ചേച്ചിക്ക് മൈസൂർ കോഴി ഫാം ഉണ്ട്. അപ്പം ചേച്ചീനെ അവിടെ വിട്ടിട്ട് നമുക്ക് മൈസൂർ സിറ്റിയിലേക്കും പോകണം. 4 വീലർ കൊണ്ട് മൈസൂർ സിറ്റിയിലേക്ക് പോയാൽ ബ്ലോക്കിനിടയിൽ പെട്ടുപോവേ. അതുകൊണ്ട് ബൊലേറോ അവിടെ വെച്ച് ബുള്ളറ്റ് എടുത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മൈസൂർ സിറ്റി എത്തിയേ. ഞാനിവിടെ എത്തിയാൽ ദേവരാജ മാർക്കറ്റിൽ പോകാറുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഒക്കെ കിട്ടുവേ. ഞാൻ ആദ്യം ഒരു റൗണ്ട് മാർക്കറ്റിൽ കൂടെ ഒന്ന് കറങ്ങുവേ. എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോഴേ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. ആദ്യം തന്നെ സാധനങ്ങൾ വാങ്ങാൻ നിന്നാൽ ഭയങ്കര മണ്ടത്തരായി പോവും. പിന്നെ ഇത് കണ്ടു നടക്കാനും നല്ല രസമാണ്. ഓണത്തിന് നമ്മൾ ഇവിടുന്ന് പൂ വാങ്ങാറുണ്ട്. അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടും. പിന്നെ പച്ചക്കറികളൊന്നും ഞാൻ ഇവിടുന്ന് അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകാറില്ല. വെറൈറ്റി ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങാറുണ്ട്. മൈസൂർ വന്നാൽ നമ്മുടെ മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്നാണ് കേട്ടോ ചാമുണ്ഡി ഹിൽസ്. ഇന്ന് നമ്മൾ ടെമ്പിൾ സൈഡിൽ കൂടെ അല്ലേ പോകുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പം ഈ റൂട്ട് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതുവഴി പോകാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റെപ്പ് കയറിയാൽ നേരെ എത്തുന്നത് നന്ദിയുടെ അടുത്തോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചുറുമുറി കഴിച്ചേ. കർണാടകയുടെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഈ ചുറുമുറി. ഇത് നമ്മുടെ വെള്ളപ്പൊരിയില്ലേ, അതിലോട്ട് കുറച്ച് സവോളയും തക്കാളിയും ക്യാരറ്റും അരിഞ്ഞതും മല്ലിയിലയും നിലക്കടലയും എല്ലാം കൂടി ഇട്ട് നാരങ്ങാ നീര് ഒഴിച്ച് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് തരുന്നതാണ്. മൈസൂർ വന്നാൽ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം കുപ്പിവള വാങ്ങലാണ്. എല്ലാ കളേഴ്സിന്റെയും എല്ലാ വേരിയേഷനിലും ഉള്ള കുപ്പിവളകൾ നമുക്ക് ഇവിടുത്തെ കടകളിൽ കിട്ടുവേ. ഇവിടെയുള്ള പെണ്ണുങ്ങൾ പുതുതായിട്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഈ വളക്കടകളിലേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാനും കുറച്ച് കുപ്പിവളകളൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വ്ലോഗുമായി വീണ്ടും കാണുന്നത് വരെ സസ്നേഹം മീരാ കൃഷ്ണൻ.